ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ്. കുറേ ഡ്രസ് കളക്ഷൻസ് ഉള്ള ഡ്രസ് മേറ്റ് ബുട്ടീക്ക്. ഞാൻ ഒരു 2 years ആയിട്ട് ഇവിടെ നിന്നാണ് എൻ്റെ ഡ്രസ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. എനിക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നൊരു ചുരിദാർ എടുത്തു. റെഡിമെയ്ഡ് ചുരിദാർ. അതെടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കത് സ്റ്റിച്ച് പോലും ഒന്നും അതിൻ്റെ ഓൾട്ടറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിന്റെ ഫാനായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കുറേ ചുരിദാർ ഇവിടെ നിന്ന് എടുത്തു. വരും എന്താണ് ഇവിടുത്തെ ഷോപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി? കൂടുതലും മിക്കവാറും ഞാൻ ഹാൻഡ് പിക്കിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളതല്ല. എനിക്ക് ഈ ഷോൾ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കുക. ചിക്കൻ കാരി വർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കോമ്പിനേഷൻ ഒത്തിരി നല്ല, അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തത്. നല്ല രസം. ഈ ഒരു ചുരിദാറിനോട് ഈ ഷോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ജസ്റ്റ് ഇട്ട് നോക്കിയതാ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യൂ എങ്ങനെയുണ്ട് ഈ ഷോൾ, എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നമ്മളിവിടെ എന്താ വെച്ചാല് ഞാൻ കോളേജ് ലെക്ചർ ആയിരുന്നു ആക്ച്വലി. അത് ഈ ഡ്രസ്സിനോടുള്ള പാഷൻ കാരണം ഞാൻ അത് റിസൈൻ ചെയ്തിട്ട് ഓൺലൈൻ ബിസിനസ് വീട്ടിൽ തുടങ്ങി. ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചൊന്നുമില്ല. നമ്മുടെ ഇതൊരു പാഷനും കൊണ്ട് വന്നിട്ട് എന്തൊരു കാര്യം നമ്മൾ ഇഷ്ടം അനുസരിച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ ചെയ്തപ്പോ ഒത്തിരി കസ്റ്റമേഴ്സ് പുറത്തേക്ക് വരുന്നത്. വീട്ടിൽ വരുമ്പോ അവര് പറയും നല്ല വെറൈറ്റി കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കിട്ട് മണിയുടെ ഒരു കട സ്റ്റാർട്ട് ചെയ്തു. ഒരു ഷോപ്പ് കൂടെ ഉണ്ടല്ലേ മണിയുടെ? എനിക്കറിയാവുന്ന കുറെ പേരൊക്കെ അവിടെ നിന്നൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാം പുറത്തുനിന്ന് വരുന്നവരാ കൂടുതലും. ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു സാരി കൂടി പെട്ടെന്ന് എന്റെ ഫ്രണ്ട്സ് വന്നിട്ട് നാളൊരു പരിപാടി ഉണ്ട്, വൈകിട്ടത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം. ആണല്ലേ? ഇവിടുത്തെ ആ ഒരു സാരി ഉണ്ടല്ലോ, മറ്റേ ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള ആ സാരി, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതെനിക്ക് ഗ്രൂപ്പില് മിക്കവാറും ഇടാറുണ്ട്. അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഒരുവിധമൊക്കെ തന്നെ. ഞാനിപ്പോ ഇട്ടേക്കുന്ന ഈ ഷോളിന്റെ തന്നെ കോട്ടയുടെ മെറ്റീരിയലില് ചിക്കൻ കാരി വർക്ക് വരുന്നതായിട്ട് ഫുൾ അഞ്ച് ലക്നൌക്കാരുടെ ഒരു ട്രഡീഷണൽ വർക്കാണ് ചിക്കൻ കാരി. ഭയങ്കര ആരാധകരുണ്ട്. ലാവണ്ടർ കളർ അല്ലേ? ഉടുത്ത് കഴിയുമ്പോ ഭയങ്കര ലുക്കായിരിക്കും. ഇതില് ബ്ലൗസ് വരുന്നുണ്ട്. ചില സാരിയില് ബ്ലൗസ് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റും. കോൺട്രാസ്റ്റ് സെയിം കോട്ടന്റെ ബ്ലൗസ് ആണ് കൂടുതൽ പേരും പേരില്ല. ഫുൾ ആ ഒരു സെയിം ടോണിൽ വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു പ്രത്യേക ഭംഗി. ടീച്ചേഴ്സിനൊക്കെ ക്രിസ്ത്യൻ അമ്മമാരുടെയും എല്ലാവരുടെയും കയ്യില് ഒരു പള്ളിയിലൊക്കെ പോകുമ്പോ കാണാറുണ്ട് എല്ലാവരുടെയും എപ്പോഴായാലും പല കളേഴ്സ് ഉണ്ടല്ലേ? അതിന്റെ പീച്ച് ഉണ്ട്, ക്രീം ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്രിക്ക് റെഡ് ഉണ്ട്. ഇതിലിപ്പോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഇത് നല്ലൊരു കളറാണ്. കളറിനോട് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഞാൻ ഈ കളർ തന്നെ 1-2 ചുരിദാർ എടുത്തിട്ടുണ്ട്. 2 ചുരിദാർ ഒരേപോലെ ഉണ്ട്, സെയിം കളർ. എന്നാലും ഈ കളർ കാണുമ്പോൾ ചോദിച്ചില്ലേ സോഫ്റ്റ് സിൽക്ക് എടുത്ത് മാറ്റി വെക്കാൻ. പ്യുവർ ആണ്, ഇത് പ്യുവർ സിൽക്ക് ആണ്. പ്യുവർ സോഫ്റ്റ് സിൽക്ക് ആണ്. എന്താ റേറ്റ് വരുന്നത്? ഇത് 5,700 വരും. ഓ, അത്രേ ഉള്ളൂ. നല്ല ഒതുങ്ങി നിൽക്കും. എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ടേ, ഞാൻ ഈ ഒരു സാരി മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നു. ചില ഫംഗ്ഷനിൽ നമ്മൾ ഈ സിൽക്ക് തന്നെ വേണം അല്ലേ? ചില ഫംഗ്ഷൻ സിൽക്ക് തന്നെ വേണ്ട, ചില ഫംഗ്ഷൻസ്. ഈ സിൽക്കുകൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ മടക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇത് അവര് മടക്കി വരുന്നത് നല്ല കളറാണ്. എനിക്ക് ഇതിന്റെ തന്നെ ഒരു മറ്റേ ടോയിൻകെട്ടുള്ള ഒരു സാരി ഇല്ലായിരുന്നു? ഇതിന് നമുക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ഒരു മാസത്തെ വർക്കാണ് ഇതല്ലേ ഇതിന്റെ. അതായത് ഇത് ടസർ സിൽക്കില് സാധാരണ ടോയിൻകെട്ടൊക്കെ ഇതൊന്നും നമുക്ക് വാഷിങ്ങിന് കുഴപ്പമില്ല. സാരി ടസർ സിൽക്ക് ആയതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. ഇത് ഏത് ഒക്കേഷനും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നു. ഇത് ടസർ സിൽക്കില് ഫുൾ വീവിംഗ് ആണ്. വീവിംഗ് വർക്ക് ആണ്. ഇത് നല്ല ബോയിങ് ഉള്ള സാരിയാണ്. പല കളർ ക്രോപ്പ് സ്റ്റിച്ച് എംബ്രോയിഡറി വരും ടസർ സിൽക്കില്. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് നല്ല ഈ ഫംഗ്ഷനൊക്കെ പറ്റി നല്ല സാരിയാണ്. ബ്ലൗസ് കുറച്ച് കോളർ വർക്കൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല. ഇതിങ്ങനെ കാണുന്നേക്കാളും ബ്ലൗസിന്റെ കൂടെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല കളർ. ഇത് പ്രിന്റഡ് ബ്ലൗസ് വരും. പ്രിന്റഡ് ബ്ലൗസ് ഇവിടെ സെയിം ബ്ലൗസ് ഉണ്ടല്ലോ അല്ലേ? ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസും അവൈലബിൾ ആണ്. അത് പക്ഷേ കോട്ടൺ മെറ്റീരിയലൊക്കെ ആയിരിക്കും.
ഇത് ആക്ച്വലി ഗുജറാത്തികളുടെ ഒരു ട്രഡീഷണൽ സാരിയാണ്, മൊഡാൾ സിൽക്ക്. നല്ല കൂളിങ്, ഇത് ഇപ്പൊ ദേഹത്തേക്ക് ഇട്ടപ്പോ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാരിയാണ്. നല്ല പാർട്ടി വെയർ സാരി, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിനൊക്കെ അനുസരിച്ച് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്. ഞാൻ എനിക്ക് 2-3 ബ്ലൗസ് ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഞാൻ മേടിച്ച 250 ബ്ലൗസ് മേടിച്ചു. സ്ട്രെച്ചബിൾ മെറ്റീരിയൽ നമ്മള് കോട്ടൺ ആണ്. പിന്നെ പ്രിൻസസ് കട്ട് ചെയ്തിട്ട് വരുന്നതാണ്. 375 ഉള്ളൂ ഈ ബ്ലൗസിന്റെ. നോക്കി നമ്മൾ സാധാരണ തുണിയൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്ര വരും? ഇതിൽ 375 ഈ ബ്ലൗസ്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇത് 295 വരുന്നുള്ളൂ. എംബ്രോയിഡറി ഒരു പ്ലെയിൻ സാരിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് ആയിരിക്കും. നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് തന്നെ, ഈ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് തന്നെ റേഞ്ചേ ഉള്ളൂ. നെറ്റിന്റെയും ഉണ്ട്. ഇത് നല്ല രസമുണ്ട്. ഇതിന്റെയൊക്കെ ബ്രോക്കേറ്റിന്റെ ബ്ലൗസ് ആണിത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇപ്പൊ കുറച്ചുകൂടെ ലാഭം. തുണി എടുത്ത് ബ്ലൗസ് ഒക്കെ തയ്ച്ച് വരുമ്പോഴത്തേക്ക് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ഫ്രീ സൈസ് ആണ്. അത് പുതിയ സ്റ്റോക്ക് വന്നതാണ്. സാരീസ് ആണ് താഴോട്ട് ഇറക്കില്ല. എല്ലാവരും പാർട്ടികളായിട്ട് എടുക്കാൻ പറ്റുന്ന സാരീസ് ആണ്. ഇത് കോട്ടൺ, ഇത് ഓർഗൻസയാണ്. ഇത് കോട്ടൺ ബ്ലോക്ക് പ്രിന്റ് വരുന്ന സാരീസ് ആണ്. ബ്ലൗസ് പീസ് അല്ല, ഇത് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. ബ്ലോക്ക് പ്രിന്റിംഗ് ആണ്. അത് ഇങ്ങനത്തെ ത്രെഡ് വർക്ക് മെറ്റീരിയൽ, ടച്ച് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. അതിനകത്ത് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കാം. ഇങ്ങനെയല്ലേ? പല്ലു ഏതാണ്? പല്ലും ബ്ലൗസും സെയിം വരും. നല്ല രസമുണ്ട്. ഇങ്ങോട്ട് നന്നായിട്ടുണ്ട്. ഇതിന് ഈ സെയിം ബ്ലൗസ്, കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടി വരുമ്പോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പറന്ന് സോഫ്റ്റ് ആയിട്ട്. ബ്ലൗസ് നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് അടുത്ത് പിള്ളേരെ ഒരു ഇത് വരുന്നുണ്ട് സ്കൂളിലല്ലേ, കുർബാനപ്പാട് വരുന്നുണ്ട്. പള്ളിയിലെടുക്കാൻ നല്ലൊരു ലൈറ്റ് ആയിട്ടല്ലേ, ഒരുപാട് ഫംഗ്ഷൻ വെയർ പോലെ വേണ്ട. ഇതിന് പല കളറുണ്ടല്ലേ? അതിന്റെ പല കളേഴ്സ്. കളറാണ് ഇഷ്ടം. ഭയങ്കര ഒരു ഇഷ്ടം. എത്ര വീടിച്ചാലും എനിക്ക് മതി. എനിക്ക് ഒരേ കളർ തന്നെ പല രസങ്ങൾ. ഈ ഒരു കളറിനോടൊരു ഇത് ഇങ്ങനെ ഇതിപ്പോ നമ്മൾ എടുത്തതിന്റെ സെയിം പ്രിന്റ് തന്നെയല്ലേ? അത് ടച്ചി മെറ്റീരിയൽ ആണ്. ഇത് കോട്ടൺ. ഏകദേശം പ്രൈസ് ഒക്കെ ബിലോ 1000 റേഞ്ച് അല്ല. ബിലോ 1000 അല്ല, സോറി 1700 വരുന്നത്. ബിലോ 2000 റേഞ്ചിൽ ഒരു നല്ലൊരു അടിപൊളി സാരിയാണിത്. ഈ കളറ് ഒരു രക്ഷയില്ല. നമ്മള് പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് കിട്ടാത്ത കളറൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ ചില നെയിൽ പോളിഷ് അങ്ങനെയല്ലേ, ചിലത് അന്വേഷിച്ചിട്ട് കിട്ടത്തില്ല. അതുപോലെ പിന്നെ ബനാറസിയുടെ ചുരിദാർ മെറ്റീരിയൽസിന്റെ ലീലനുണ്ട്. പിന്നെ ടസർ സിൽക്ക് ഉണ്ട്. ടസർ സിൽക്കിൽ ഇതൊന്ന് വെച്ചേ കേട്ടോ. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അതങ്ങോട്ട് മാറ്റി. ഇത് ടസറിന്റെ ചുരിദാർ മെറ്റീരിയൽ. ഇത് ടസറിന്റെ ചുരിദാർ മെറ്റീരിയൽ. ഇത് ടസർ സിൽക്കിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതാണ്. എംബ്രോയിഡറി കട്ട് വർക്കും കൂടി വന്നിരിക്കുന്നത്. ചുരിദാർ മെറ്റീരിയൽ. അത് ഷോളും അറ്റത്തെ കട്ട് വർക്ക് ഉണ്ട്. ഇതിന്റെ കളർ റാണിയല്ലേ? പിങ്ക് ടസർ. ഇപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുള്ള ടസർ കൊടുക്കാം. എനിക്കൊക്കെ അതാണ് ഇഷ്ടം. നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതാണ് ഇതിന്റെ വേറൊരു കളറും കൂടെ കാണിച്ചായിരുന്നു അല്ലേ? ഇതിലാണ് നമ്മൾ ആ ബ്ലൂ കളർ കാണിച്ചത്.
അത് വേറെ. ഇത് 990 ബേസ് വരുന്ന. ഇനി ഈ കളറും കൂടി ഉള്ളൂ. ബാക്കി ഫുൾ സോൾഡ് ഔട്ട് ആയി. ഓ സെറ്റിന്റെ ഉണ്ട് അല്ലേ? സെറ്റ് പിന്നെ റെഡിമെയ്ഡ് പാന്റുകള്, സിൽക്ക് പാന്റ്. ഓ ഷോൾ ഇതാണ് അടിപൊളി. ഞാനിപ്പോ ഇട്ടേക്കുന്ന ടൈപ്പ്. അത് മോഡൽ സിൽക്കിന്റെ ഷോള്. ഇതിങ്ങനെ ക്രേപ്പിന്റെ ഷോളില്ലേ? ഇത് ഷോള് മാത്രമായിട്ട്. ഇത് എത്ര റേഞ്ച് വരും ഈ ഷോളിനൊക്കെ? ഇത് 450 to 450 നല്ല അടിപൊളി ഷോള്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ മീറ്ററിന് മുറിച്ച് കിട്ടുന്ന ക്ലോത്ത്, അതിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഷോള്. ഇവിടെ പിന്നെ സ്റ്റിച്ച് ചെയ്തൊരു ബയ്യുണ്ട്. നമ്മൾ പറയുന്ന ആ ഒരു ഈ ഒരു ചുരിദാറൊക്കെ നമ്മൾ ഈ ഒരു കട്ട് നെക്കിന്റെ പറഞ്ഞ വി കട്ട് വെച്ച് അപ്പൊ തന്നെ നമ്മൾ പറയുന്ന ആ ഫാഷൻ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരുകയും ചെയ്യും. ഇവിടെ ജീൻസിലൂടെ പെട്ടെന്ന് വേഗത്തിട്ട് പോകാനായിട്ട് പറ്റുന്ന വളരെ കൂൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രസ്സാണിത്. അടിപൊളി. ഇതൊന്ന് മാറ്റി വെച്ചേക്ക് കേട്ടോ. ഇന്നത്തെ എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറച്ച് അധികം ഡ്രസ്സുകൾ എടുത്തു. 1-2 കുർത്താസ് എടുത്തു, ചുരിദാർ എടുത്തു. ഇതില് ഒരു 990 റുപ്പീസ് ഒക്കെ ഇതിന്റെ വിലയുള്ളൂ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഒരു സാരി എടുത്തു. ഇനിയിപ്പോൾ ബുട്ടീക്കിലേക്കൊന്നും വരാനായിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. കാരണം നമ്മൾ പൊതുവെ വിചാരിക്കും ഈ ബുട്ടീക്കിലൊക്കെ ഡ്രസ്സിന് ഭയങ്കര വിലയാണെന്നുള്ളത്. വിലയുള്ളതുകൊണ്ട് അതനുസരിച്ച് നല്ല എലഗന്റ് ആയിരിക്കും കാണാനായിട്ട്. പക്ഷെ സിമ്പിൾ വർക്കിൽ അതിന്റെ ഭംഗി ഒട്ടും കുറയാണ്ട് ഒരു 1000 അല്ലെങ്കിൽ 900 റേഞ്ചിലൊക്കെ നല്ല അടിപൊളി ചുരിദാർ കളക്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വന്നിട്ട് വാങ്ങിക്കോളൂ. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം മുളന്തുരുത്തിക്കടുത്ത് പെരുമ്പള്ളിലാണ് ഡ്രസ്മേഡ് ബുട്ടീക്ക്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവർക്ക് വേറെ ഒരു ഷോപ്പ് കൂടെ ഉണ്ട്, മണിയുടെ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കേരളയിലെല്ലാം ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ആണ്. കേരളത്തിന് പുറത്തേക്ക് ആണ് കോസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഹാപ്പി ഷോപ്പിംഗ് നന്നായിട്ട് പർച്ചേസ് ചെയ്യൂ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ടീച്ചറെ താങ്ക് യു സോ മച്ച്. നല്ല കളക്ഷൻസ് ആയിരുന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഓൺ വാച്ചിങ് 10 years.